ഒരു അടിപൊളി പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ 2024 ആദ്യത്തെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ കഴിഞ്ഞ 2023 വർഷം നമുക്ക് അടിപൊളിയായിരുന്നു. നമ്മുടെ ചാനലിൽ ഒരുപാട് KSRTC വീഡിയോസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഒരുപാട് സർവീസുകൾ നിങ്ങൾക്ക് മുമ്പിലായിട്ട് പരിചയപ്പെടുത്താനായിട്ട് സാധിച്ചു. അപ്പോൾ നിങ്ങൾ തന്ന ആ ഒരു സപ്പോർട്ട്, സ്നേഹം, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനലിൽ 2023 വർഷത്തിൽ തന്നെ നമുക്ക് ആ ഒരു 5000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള കൗണ്ട് നമുക്ക് തേക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി അതിന് താങ്ക്സ് പറയുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ ചാനൽ ഒരു ഗീവ് അവേ നടത്തുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു വീഡിയോയിലാണ് നമ്മൾ ആ ഒരു ഗീവ് അവേ കൊടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കൊടുക്കുന്ന ഒരു ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റാണ്. ഞാൻ അതിൻ്റെ ഫോട്ടോ ഈ സൈഡിലൂടെ വെക്കാം കേട്ടോ. നമ്മൾ ഇതിന് മുമ്പ് ഒരു വട്ടം നമ്മുടെ ചാനലിൽ കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അത് ക്യാൻസലായി പോയി. അപ്പോൾ ഇത്തവണ എന്തായാലും ആ ഒരു ഗീവ് അവേ നിങ്ങളിൽ ഒരാൾക്ക് ഭാഗ്യശാലിക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്ത് കമൻറ്റ് വേണം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു കമൻറ്റ് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് കമൻറ്റ്, അതായത് 2 കമൻറ്റ് ചെയ്യുന്നവരെ ആ ഒരു ഗെയിമിൽ നിന്നും നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു, അതായത് ജനുവരി 1-ാം തീയതി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. ഒരു മാസം കഴിഞ്ഞിട്ട് ഫെബ്രുവരി 1-ാം തീയതിയാണ് നമ്മൾ അതിൻ്റെ വിന്നേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത്. ഒരു മാസം ആ ഒരു വീഡിയോനകത്ത് നിങ്ങൾക്ക് എന്ത് കമൻറ്റ് വേണം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് ഒരു നല്ലൊരു കമൻറ്റ് എന്നല്ല, നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ആ ഒരു കമൻറ്റിൽ നിന്ന് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഗിവ് അവേയുടെ ഡീറ്റെയിൽസ്. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതുവത്സരാശംസ നേരുന്നു. വെൽക്കം ടു 2024. ഞാനിപ്പോൾ ഉള്ളത് സുൽത്താൻ ബത്തേരിയിലാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഉണ്ട് കണ്ണൂർക്ക്. അത് പോകുന്നത് പറഞ്ഞാൽ മാനന്തവാടി വഴിയാണ് ഈ ഒരു റൂട്ട് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റൂട്ടിലെ വിശേഷങ്ങൾ കാണാം. ഞാനിപ്പോൾ ഉള്ളത് സുൽത്താൻ ബത്തേരി KSRTC ഡിപ്പോയിലാണ്. കഴിഞ്ഞ ദിവസം ഞാനിത് ഈ ഒരു KSRTC സ്ലീപ്പർ ബസ്സിലാണ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. സമയം രാവിലെ 7:30 ഒരു 8 മണിക്കാണ് നമ്മൾ സർവീസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്രയിലെ വിശേഷങ്ങളാണ്. ഏകലാക്ക് ഞങ്ങളുടെ ഒരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സർവീസ് നടത്തുന്ന വണ്ടി, വീഡിയോ ചെയ്യുന്ന വണ്ടി ഇതാണ് കേട്ടോ. WN188 RPM 618 കേട്ടോ. സുൽത്താൻ ബത്തേരി ഡിപ്പോയുടെ വണ്ടിയാണ്. KL15A 1374 കേട്ടോ. പനമരം മാനന്തവാടി വഴി കണ്ണൂർ. നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ആ ട്രാക്കിൽ കൊണ്ടിടുകയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ നിന്ന് വന്നില്ലേ, അതുപോലത്തെ ഒരു സർവീസ് നടന്നൊരു വണ്ടിയാണ് കേട്ടത്. ബത്തേരി കോയമ്പത്തൂർ വണ്ടി, ഊട്ടി വഴി കോയമ്പത്തൂർ. സമയം 8 മണിയായിട്ടോ. 7:55 ഇതിനകത്തല്ല, 8 മണിയായിട്ടോ. നമ്മളങ്ങനെ ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് എടുത്തു. ഈ ഒരു കോയമ്പത്തൂർ വണ്ടി 8 മണിക്ക് എടുക്കേണ്ട വണ്ടിയാണ് കേട്ടോ. അവരും എടുക്കുകയാണ് കേട്ടോ. ഒരു സുൽത്താൻ ബത്തേരിൻ്റെ മിന്നൽ അവിടെ കിടക്കുന്നു. നമ്മൾ നേരെ പോകുന്ന സ്റ്റാൻഡിലേക്കാണ് കേട്ടോ. ഇവിടെയാണ് മുനിസിപ്പാലിറ്റിന്റെ ബസ് സ്റ്റാൻഡ് വരുന്നത്. ബസ് കേട്ടോ. ബസ്സിന് നമ്മളിവിടെ സ്റ്റാൻഡിൽ നോട്ടു.
നമുക്ക് ഈ ഒരു യാത്ര ഞാൻ ചെയ്യുന്നത് കൂത്തുറമ്പൂരാണ്. നമുക്ക് ഇതിൻ്റെ ടിക്കറ്റ് ഫെയർ വന്നേക്കുന്നത് സുൽത്താൻ ബത്തേരി ടു കൂത്തുറമ്പ് 143 രൂപയാണ് കേട്ടോ. നമ്മളിവിടെ ബീനാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ കേട്ടോ. ഇവിടെ നമ്മൾ റൈറ്റ് കട്ട് ചെയ്ത് പോവാണ്. റൈറ്റ് കട്ടത് കുറുവാ ദ്വീപ് ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടുന്ന് കുറുവാ ദ്വീപിലേക്ക് ഒരു 35 കിലോമീറ്റർ ഉണ്ട്. ഈ റോഡ് കുറച്ച് മോശമാണ്. ആ ഒരു റോഡ് സ്ട്രെയിറ്റ് പോയേക്കുന്നത് നേരെ കൽപ്പറ്റയ്ക്കാണ് കേട്ടോ. റോഡ് മെക്കാട റോഡൊന്നുമല്ല കേട്ടോ, കുണ്ടും കുഴിയൊന്നുമില്ല. പാച്ച് വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു ലെവലിംഗ് പ്രോബ്ലം ഉണ്ട്, അത്ര തന്നെ. വേറെ കുണ്ടും കുഴിയൊന്നും ഇവിടെ സ്റ്റാർട്ടിങ്ങിലൊന്നും ഇല്ല കേട്ടോ. പാച്ച് വർക്ക് ഇപ്പോൾ കഴിഞ്ഞ റോഡാന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ആ ഒരു മാനന്തവാടി വണ്ടീനെ കടത്തി കേട്ടോ. ഓ ഇവിടെയൊക്കെ കോട എൻ്റെ പൊന്നെ, നല്ല തണുപ്പുണ്ട് കേട്ടോ. സുൽത്താൻ ബത്തേരി ടൗണിലെ കാര്യം ഞാൻ പറയാൻ മറന്നു. അവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ആ ഒരു സ്റ്റാൻഡും KSRTC സ്റ്റാൻഡും പരിസരമൊക്കെ രാവിലെ ഒരു 6:30 എഴുന്നേറ്റപ്പോൾ മൊത്തത്തിൽ മൂടിക്കായിരുന്നു. ഇവിടെ നമ്മളിപ്പോൾ കുറച്ച് നല്ല റോഡിൽ കയറിയിട്ടുണ്ട്. ഇത് മെക്കാടൻ റോഡാണെന്ന് തോന്നുന്നു. പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ബട്ട് മെക്കാടൻ റോഡാണ് കേട്ടോ. കോട നോക്കിയത് നിങ്ങൾ, എൻ്റെ പോലെ സമയം 8 മണിയായി കേട്ടോ. നിങ്ങൾ ആലോചിക്കണേ, ഈ സമയത്തെ കോടയാണിത്. നമ്മളിപ്പോൾ ചെറിയൊരു ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. കിടിലം പോലത്തെ കോടയാട്ടോ, രക്ഷയില്ല എൻ്റെ പൊന്നെ. ഇത് ബത്തേരിയിൽ നിന്ന് മാനന്തവാടിക്ക് സർവീസ് നടത്തുന്ന വണ്ടിയാവുന്നുണ്ട്, വാനമ്പാടിയുടെ. നമ്മളങ്ങനെ കേണിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. ഈ റൂട്ടിലൂടെ പോകുമ്പോഴുള്ള ഒരു ചെറിയൊരു ടൗൺ ആണിത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ.
നമ്മളങ്ങനെ നടവയൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. നടവയൽ ഇവിടെയൊക്കെ റോഡ് കുറച്ച് മോശമാണ് കേട്ടോ. നമ്മൾ ഇത്രയും നേരം നമ്മളെ തുടക്കത്തിൽ കിട്ടിയ ആ റോഡ് 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നല്ല റോഡായിരുന്നു. 1.5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ വീണ്ടും കുറേ നേരം നമ്മൾ നല്ല റോഡിലൂടെ വന്നു. ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ റോഡ് കുറച്ച് വീണ്ടും മോശമായി കേട്ടോ. മുഴുവൻ പാച്ച് വർക്കാണ്. പാച്ച് വർക്ക് ചെയ്ത കാരണം തന്നെ റോഡിന് തീരെ ലെവലില്ല. ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര കുലുക്കം വണ്ടി. ഇപ്പം നമുക്ക് റോഡിൻ്റെ 2 സൈഡിലും കാപ്പിത്തോട്ടങ്ങൾ കാണാൻ പറ്റും. കാപ്പി നന്നായിട്ട് വിളഞ്ഞ് നിൽക്കുന്ന തോട്ടമാണ് കേട്ടോ ഇത്. കണ്ടോ, അതിനകത്തൊക്കെ നമുക്ക് ആ ഒരു റെഡ് കളറിൽ കാപ്പി കാണാൻ പറ്റും കേട്ടോ, ഇഷ്ടംപോലെ. നമ്മളെ മുന്നിൽ വലിയൊരു ട്രക്ക് പോകുന്നുണ്ട് കേട്ടോ. കടത്തുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് കേട്ടോ. ഒന്നാമത് റോഡ് വീതി കുറവാണ്. പൊന്നേതാ സാധനം. നമ്മളിപ്പോൾ ഒരു കിടിലൻ എന്താ പറയുക, ഒരു നല്ലൊരു വയലിൻ്റെ പ്രദേശത്തെത്തി കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് വണ്ടി പോകുന്ന കാണാൻ പറ്റും കേട്ടോ. അതുവഴി റോഡുണ്ട്. ഒരു KSRTC അവിടെ നിന്ന് വരുന്നുണ്ട്. ഭാഗത്ത് ഇവിടെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. പുതിയ പാലം വരുന്നുണ്ട് കേട്ടോ ഇവിടെ. അതിൻ്റെ ഭാഗമായിട്ട് വൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ സംഭവം എന്ന് അറിയത്തില്ല കേട്ടോ. ഒരു വലിയ കിണർ പോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട് അവർ. നമ്മളങ്ങനെ പനമരം എത്താറായി കേട്ടോ. നമ്മളങ്ങനെ പനമരം എത്തി കേട്ടോ. ഇവിടുന്ന് റൈറ്റിലേക്ക് നമുക്ക് റോഡ് കാണാം. ഇതുവഴിയാണ് നമ്മൾ പോകേണ്ടത്. മാനന്തവാടിക്കുള്ള റോഡാണ്. നമ്മളിപ്പോൾ പോകുന്നത് പനമരം സ്റ്റാൻഡിലേക്കാണ്. അതായത് കൽപ്പറ്റ റൂട്ടിലേക്ക് നമ്മൾ കയറി കേട്ടോ. പനമരം ഇവിടെ ലെഫ്റ്റ് കാണുന്ന പനമരം സ്റ്റാൻഡാണ് കേട്ടോ. അങ്ങനെ പനമരം സ്റ്റാൻഡിലെത്തിയിട്ടോ. സമയം 8:50 കേട്ടോ. ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകട്ടോ. കൽപ്പറ്റ വഴി കോഴിക്കോട്. നമ്മളങ്ങനെ വീണ്ടും തിരിച്ച് ആ ഒരു മാനന്തവാടി ഭാഗത്തേക്ക് തന്നെ പോകുന്ന കേട്ടോ. നമ്മളങ്ങനെ പനമരം വിട്ടിട്ടോ. എല്ലാ തവണയും നമ്മൾ പനമരം കാണിക്കുന്ന ആ ഒരു വയലും പ്രദേശമാണ് ഇത്. നല്ല ഭംഗിയുള്ളൊരു ഫ്രെയിമാണ് ഇത്. നമ്മളങ്ങനെ കൈതക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് റൈറ്റിലേക്ക് റോഡ് കാണാൻ പറ്റും. ബൈപ്പാസാണ് കേട്ടോ ഇത്. മാനന്തവാടി ബൈപ്പാസാണിത്. ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്, ടൗണൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് വേഗം മാനന്തവാടി എത്താൻ പറ്റുന്ന റോഡാണ് കേട്ടോ. നല്ല റോഡാണ് കേട്ടോ അത്. നമ്മളീ പോകുന്ന റോഡും അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ. മോശം റോഡൊന്നുമല്ല. നെക്കാള റോഡ് തന്നെയാണ്. ലൈനൊന്നും ഇട്ടിട്ടില്ല എന്ന് മാത്രം കേട്ടോ. റോഡിലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. നമ്മളങ്ങനെ 5-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. അത്യാവശ്യം ഒരു വലിയൊരു ടൗണാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത 4-ാം മൈലുണ്ട് കേട്ടോ. നമ്മളങ്ങനെ 4-ാം മൈലിലെത്തി കേട്ടോ. ഇവിടെ നമുക്ക് ലെഫ്റ്റ് റോഡ് കാണാൻ പറ്റും. ഇത് വഴി പോയി കഴിഞ്ഞാൽ പടിഞ്ഞാറത്തറ, അതുപോലെ തന്നെ കുറ്റ്യാടി റൂട്ടിലേക്ക് പോകുന്ന റൂട്ടാണത്. നമ്മളങ്ങനെ മാനന്തവാടി റൂട്ടിലേക്ക്.
നമ്മളങ്ങനെ മാനന്തവാടി എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. KSRTCൻ്റെ ഒരു സബ് ഡിപ്പോ ഇവിടെ ഉണ്ട് കേട്ടോ. മാനന്തവാടിയുടെ സബ് ഡിപ്പോ ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ മാനന്തവാടി എത്തി കേട്ടോ. നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലാണ് ആ ഒരു സ്റ്റാൻഡ് വരുന്നത്, മാനന്തവാടി സ്റ്റാൻഡ് വരുന്നത്. ഈ കാണുന്നതാണ് സ്റ്റാൻഡ് കേട്ടോ. നമ്മൾ കറങ്ങി തിരിഞ്ഞപ്പോൾ സ്റ്റാൻഡിൽ കയറും. നമുക്കിനി ഈ റൂട്ടിലേക്കാണ് പോകേണ്ടത് കേട്ടോ, കണ്ണൂർ റൂട്ടിലേക്ക്. അങ്ങനെ 9:20 ആയപ്പോഴത്തേക്ക് മാനന്തവാടി എത്തിട്ടോ. അവിടെ ലാസ്റ്റ് ഒരു മൈസൂർ വണ്ടി കിടപ്പുണ്ട് കേട്ടോ. ആ കിടക്കുന്ന ഒരു മൈസൂർ വണ്ടിയാണ്. പിന്നെ എൻ്റെ ഇപ്പുറത്ത് തലപ്പുഴ വാളാട് വണ്ടി, നമ്മളെ വണ്ടി ഇതേ കിടക്കുന്നു. അതിൻ്റെ അപ്പുറത്തൊരു കോഴിക്കോടിൻ്റെ ഒരു TTയും കിടപ്പുണ്ട്. 9:38 കേട്ടോ. നമ്മളെ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങാണ്, മാനന്തവാടി സ്റ്റാൻഡ്. കണ്ണൂർ ഡിപ്പോൻ്റെ ആവുന്ന കേട്ടോ. ഒരു മാനന്തവാടി വണ്ടി ഇപ്പോൾ അതേ വന്ന് നിർത്തിയാണ് കേട്ടത്. പുത്തൂറും പോയി മാനന്തവാടിക്ക് വന്നു വണ്ടി കേട്ടോ അത്. നമ്മളങ്ങനെ മാനന്തവാടി കഴിഞ്ഞു എരുമത്തെരു എന്നുള്ള സ്ഥലത്തെത്തി കേട്ടോ. ഇവിടെയൊക്കെ റോഡിൻ്റെ പണി നടക്കുകയാണ് കേട്ടോ. മൊത്തത്തിലിങ്ങനെ ഇടിച്ച് പൊളിച്ചിട്ടേക്കാണ്. റോഡിൻ്റെ സൈഡൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടത് നിങ്ങൾ മൊത്തത്തിൽ റോഡ് പണി നടക്കുകയാണ്. പഴയ റോഡ് പൊളിച്ചിട്ടിട്ടാണ് നിങ്ങൾ. ഇവിടെ ഈ ഒരു ഭാഗമൊക്കെ ടാറിങ് വർക്ക് കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ ഫുള്ള് ഈ നേരത്തെ കണ്ട പോലെ കുത്തിപ്പൊളിച്ചിട്ടേക്കായിരുന്നു. ഇവിടെയും അങ്ങോട്ടും പൊളിച്ചിട്ടിട്ടോ. വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ. ഇവിടെ റൈറ്റ് സൈഡിൽ വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് കാണാൻ പറ്റും കേട്ടോ. നമുക്കിവിടെ റോഡിൻ്റെ സൈഡിൽ ലെഫ്റ്റും റൈറ്റും ആയിട്ട് നമുക്ക് തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ മണ്ടയ്ക്ക് നോക്കി നിങ്ങളൊരു പള്ളി കണ്ടോ.
തലപ്പുഴ എന്ന് പറഞ്ഞൊരു ടൗണിലെത്തി കേട്ടോ. മാനന്തവാടി വിട്ടാൽ പിന്നെ നല്ലൊരു വലിയൊരു ടൗണാണ് കേട്ടോ ഇത് തലപ്പുഴ. നമുക്ക് ലെഫ്റ്റിലേക്ക് റോഡ് കാണാൻ പറ്റും കേട്ടോ. വാളാട്, കുഞ്ഞം, നിലവൽപ്പുഴ ഈ ഒരു ഭാഗത്തേക്കുള്ള റോഡാണ് കേട്ടോ അത്. ആ ഒരു കാറ് വരുന്നുണ്ടോ, ആ ഒരു റൂട്ടിലേക്കാണ് കേട്ടോ അത്. ഇവിടെയൊക്കെ തേയിലത്തോട്ടങ്ങളില്ല കേട്ടോ, ബട്ട് ഒട്ടും ഭംഗിയില്ല, അതൊന്നും ഒട്ടും മെയിൻറ്റൈൻഡ് അല്ല അതന്നെ. സ്കൈ നല്ല ക്ലിയർ ആണ് കേട്ടോ, നല്ല നീല ആകാശം, എന്താ ഭംഗിയല്ലേ. നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്ക് റോഡ് കാണാം. ആ റോഡ് പോകുന്നത് പാൽച്ചുരം, അതായത് ഫേമസ് ആയിട്ടുള്ള പാൽച്ചുരം ഇറങ്ങിയിട്ട് കൊട്ടിയൂർ, കേളകം, പേരാവൂർ വഴി ഇരട്ടിക്കാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് പോകുന്നു. നെടുമ്പോൽ ചുരം ഇറങ്ങിയിട്ട് കോഴിക്കോട്, കണ്ണൂരേക്ക് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു നെടുമ്പോൽ ചുരം ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഈ സ്ഥലത്തിൻ്റെ വരുന്നതാണ് ബോയ്സ് ടൗൺ ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കാട് ഉള്ള പ്രദേശത്തേക്കാണ് കയറാൻ പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ആ ഒരു കണ്ണൂർ ഊട്ടി വണ്ടിയില്ലേ, അതിന് നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടും കേട്ടോ. കുറച്ച് നേരമായി കേട്ടോ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ആ ഒരു ഊട്ടി വണ്ടി ഒന്ന് ഈ ഒരു വീഡിയോയിൽ കിട്ടാൻ വേണ്ടിയിട്ട്, പക്ഷേ ഒരു രക്ഷയില്ല. അപ്പോൾ ദേ വരുന്നു ഇതാണ് നമ്മളെ ഊട്ടി വണ്ടി കേട്ടോ. നമ്മളെ കണ്ണൂർ ഡിപ്പോൻ്റെ ഊട്ടി വണ്ടിയാണ് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു സർവീസ്. നമ്മൾ പേരിയ 36 എന്നുള്ള സ്ഥലത്തെത്തി കേട്ടോ. അത്യാവശ്യം വലിയൊരു ടൗണാണ് കേട്ടോ. നമ്മൾ ആ ഒരു ബോയ്സ് ടൗൺ കഴിഞ്ഞാൽ നല്ലൊരു ടൗൺ കേട്ടോ. ഏരിയ 36. ഒരു ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ പാവയ്ക്ക, അതുപോലെ തന്നെ വാഴക്കൃഷി കാണാൻ പറ്റും കേട്ടോ. നമ്മളങ്ങനെ ഏരിയ 34 എന്നുള്ള സ്ഥലത്തെത്തി കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് നന്നായിട്ട് ഫുള്ളായിട്ട് വനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു മാനന്തവാടി വണ്ടി, കണ്ണൂർ തരുന്ന വണ്ടിയാവുന്നു. കണ്ണൂരും അല്ല തലശ്ശേരിയും. ഇപ്പോൾ നമ്മളൊരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ കാട്ടിലേക്ക് പ്രവേശിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ഫോറസ്റ്റിനകത്താണല്ലോ ഉള്ളത്.
നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയിലൂടെയാണ്. നമ്മൾ ഈ ഒരു വയനാട് ജില്ലയുടെ ടോപ്പ് എത്താറായി കേട്ടോ, എൻഡിലെത്താറായി. ആ ഒരു എൻഡ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ താഴോട്ടേക്ക് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു പ്രദേശം കേട്ടോ, ഇതാണ് കണ്ണൂരിൻ്റെയും വയനാടിൻ്റെയും അതിർത്തി എന്ന് പറഞ്ഞ കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ താഴോട്ടേക്ക് കണ്ണൂർ ജില്ല പ്രവേശിച്ചു. ഇവിടെ നിന്നോട്ട് അങ്ങോട്ട് നമ്മൾ കണ്ണൂർ ജില്ല എൻ്റർ ചെയ്ത് കേട്ടോ. വയനാട് തീർന്നു. ഓക്കെ, ഇനി അങ്ങോട്ട് ഫുള്ള് ഇറക്കാണ് കേട്ടോ. നമ്മൾ നെടുമ്പോയിൽ വരെ നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടാണ് പോകുന്നത്. ഇവിടെ നമുക്ക് കാണാം വെൽക്കം ടു കണ്ണൂർ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് മൊത്തം പോക്കാണ് കേട്ടോ. ഈ ഒരു പ്രദേശമൊക്കെ കഴിഞ്ഞ തവണ ഒരു ഉരുൾപൊട്ടലിലൊക്കെ റോഡ് കുറേ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പോക്കിൽ നമുക്കൊരു 4 ഹെയർ പിൻ ബെൻഡ് ഉണ്ട്. നമ്മൾ അതിനകത്ത് 1ാമത്തെ ബെൻഡിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ ഈ ഒരു 4ാമത്തെ ബെൻഡിൽ. നമ്പർ 2 കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് എയർപില്ലെത്താറായി. ഇവിടെ നമുക്കൊരു ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും കേട്ടോ. ഇത് മഴക്കാലത്തൊക്കെ നല്ല ഹെവി ആയിട്ട് ഒഴുകുന്നതാണ്. ബട്ട് ഇപ്പം കാണുന്നില്ല, ചെറുതായിട്ടേ ഉള്ളൂ. ലാസ്റ്റ് ഹെയർപിൻ കേട്ടോ. ഇതാണ് ഹെയർപിൻ നമ്പർ 1 വരുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം ആ ഒരു ഫ്ലഡല്ല ഒരു ഫ്ലഡും ആ ഒരു സമയത്തൊരു ലാൻഡ് സ്ലൈഡൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഒഴുകിപ്പോയ കുറേ സ്ഥലങ്ങളും ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് ഒരു ഭാഗം എന്ന് പറയുന്നതാണ് കേട്ടോ. ഈ ഒരു ഭാഗം മൊത്തത്തിൽ ഇങ്ങനെ ഇടിഞ്ഞു വന്നേക്കുമായിരുന്നു. ഇത്രയും ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. എടുത്ത് പഴയ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, ഞാൻ വെക്കാം കേട്ടോ അതിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഭീകരത എത്രത്തോളമായിരുന്നു. ഏകദേശം 25 സ്ഥലത്തോളം ഇവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രദേശത്ത്. റോഡിലൊക്കെ ഒരു 10 പേര് ചേർന്ന് പിടിച്ചാൽ പോലും കിട്ടാത്ത വലുപ്പത്തിലുള്ള കല്ലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. താഴ്ഭാഗത്തൊക്കെ ഒരു വീടൊക്കെ 1-2 വീടൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ റൈറ്റ് സൈഡിൽ കുറേ പേരുടെ വാഴക്കൃഷി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 500-ഓളം വാഴകളുണ്ടായിരുന്നു, അതൊക്കെ നശിച്ചു പോയി കേട്ടോ. നമ്മളങ്ങനെ ചുരം ഇറങ്ങിയിട്ട് നെടുമ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ ചുരം കയറുന്നതിന് തൊട്ട് മുമ്പിൽ ഒരു ചെറിയ ടൗണാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മളിനി കൂത്തുപറമ്പ് ഭാഗത്തേക്ക് പോകും കേട്ടോ.
നമുക്ക് ഈ ഒരു റൂട്ടിലും അത്യാവശ്യം ഫോറസ്റ്റ് ഏരിയ വരുന്നുണ്ട്. കണ്ണവൊക്കെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. കോളയാട് ഭാഗത്ത് കുറച്ച് ഫോറസ്റ്റ് ഏരിയയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ കുറച്ച് ഭാഗം. നമ്മളങ്ങനെ കോളയാട് എന്ന് പറഞ്ഞിട്ട് ടൗണിലെത്തി കേട്ടോ. കോളയാട് നമ്മളങ്ങനെ കണ്ണവം എന്ന് പറയുന്നത് ചെറിയ ടൗണെത്തി കേട്ടോ. കണ്ണവം ഇവിടെ ഒന്നും ആരും കയറാനൊന്നുമില്ല കേട്ടോ. നമ്മുടെ മുമ്പിൽ ഒരു ലോക്കൽ സർവീസ് നടത്തുന്നൊരു വണ്ടിയുണ്ട് കേട്ടോ. തലശ്ശേരിക്ക് പോകുന്ന വണ്ടിയാണ്. തലശ്ശേരി കോളയാട് കൂത്തുറം ബാലശ്ശേരി. നമ്മളങ്ങനെ ചിറ്റാരിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തറയുന്നത്. ഈ ഒരു പ്രദേശമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ് കേട്ടോ. അതാണ് ഞാൻ കറക്റ്റായിട്ട് എല്ലാ സ്ഥലങ്ങളും പറഞ്ഞു തരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ബൈഹാർട്ടാണ്. നമ്മളങ്ങനെ കൂത്തുപറമ്പ് ടൗണിലെത്തി കേട്ടോ. നമ്മളിവിടെ വരെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കൂത്തുപറമ്പ് ടൗണിൽ ഇറങ്ങിയിട്ട് ഞാൻ വീഡിയോ ബാക്കി വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇവിടെ റൈറ്റ് സൈഡിലാണ് സ്റ്റാൻഡ് വരുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലാണ് സ്റ്റാൻഡ് വരുന്നുണ്ട്. ആ ഒരു ബസ് ഇറങ്ങി പോകുന്നുണ്ടോ. 2024 നമ്മളെ ഈ ഒരു പുതുവത്സര ദിനത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ, ഈ ഒരു ഫാസ്റ്റ് പാസഞ്ചറിൻ്റെ വീഡിയോ, ഐ തിങ്ക് നമ്മൾ ചാനൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഫാസ്റ്റ് പാസഞ്ചറിൻ്റെ വീഡിയോ ആണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഒരു ഗിവ് അവേ മറക്കണ്ട, എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു സമയത്ത് എല്ലാവർക്കും ബൈ ബൈ.